നമ്മുടെ കയ്യിൽ എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും അത് തീർന്നു പോകാം. എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര വസ്തുവയുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, സ്വർണത്തിന്റെ ശേഖരമുണ്ടെങ്കിലും, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം തീർന്നു പോകാൻ അധികം സമയം വേണ്ട. ഒന്നിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വന്ന കെടുതികളും കേടുകളും നാം വായിച്ചിട്ടുണ്ട്, നാം കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഒന്നിലും ആശ്രയിക്കാനില്ല. ആശ്രയിക്കാൻ ഒരാൾ മാത്രം, അത് യേശു മാത്രമാണ്. ധാരാളിത്വം ഉണ്ടായവന് മുട്ടുവന്നു തുടങ്ങി. ദുഃഖത്തിൻ്റെ കാലം, ആനന്ദം നഷ്ടപ്പെട്ടു. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ആനന്ദം നഷ്ടപ്പെടാൻ കാരണം അപ്പൻ്റെ വീട്ടിൽ നിന്നും അപ്പൻ്റെ സ്നേഹബന്ധം മുറിച്ചു മാറ്റിക്കളഞ്ഞതാണ്. അപ്പൻ്റെ സ്വത്ത് നഷ്ടപ്പെടുത്തിയതാണ്. അപ്പൻ്റെ സ്വത്ത് ഏതാണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വത്ത്. അത് വിശുദ്ധിയാണ്, അത് സ്നേഹമാണ്, അത് എളിമയാണ്, അത് പരോപകാരമാണ്, അത് വിശ്വസ്തതയാണ്, അത് സൗമ്യതയാണ്, അത് പാപത്തിന്മേലുള്ള ജയമാണ്, ഇന്ദ്രിയ ജയമാണ്. ഇങ്ങനെയുള്ള ദൈവിക സ്വഭാവങ്ങൾ, ദൈവിക സ്വത്തുകൾ നാം നശിപ്പിച്ച് കളഞ്ഞവരാണോ? എങ്കിലും മടങ്ങി വരിക. മടങ്ങി വന്നാൽ നമുക്ക് ആനന്ദം തരാൻ യേശുക്രിസ്തു നമ്മെ കാത്തിരിക്കുന്നു.